എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഗോബി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഇതൊരു മസാല ഫ്രൈഡ് റൈസ് കൂടിയാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ ഇതിൻ്റെ റൈസ് നമുക്ക് നല്ല മസാല റൈസിൻ്റെ പോലെയാണ് ഇരിക്കുക. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിനേക്കാളും ടേസ്റ്റാണ് ഈ ഗോബി ഫ്രൈഡ് റൈസിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കി നോക്കണം. കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ന് ഗോബി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോബി ഫ്രൈഡ് റൈസിലേക്ക് ഞാനൊരു മീഡിയം സൈസ്ഡ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കണ്ടൂ. ഇതൊന്ന് തിക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ വേണ്ടൂ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാല ഇത്ര തിക്കായിട്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോഴും കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 5 മിനിറ്റെങ്കിലും തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കോളിഫ്ലവറാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ മുകളിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കോളിഫ്ലവർ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കോളിഫ്ലവറും വറുത്തെടുക്കാം കേട്ടോ. കോളിഫ്ലവർ മുഴുവനായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ കോളിഫ്ലവർ വറുത്തെടുത്ത അതേ എണ്ണയിലാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് അത് ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് അതിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ ക്യാരറ്റാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം. ചെറിയ ക്യാരറ്റ് ചേർത്താൽ മതി കേട്ടോ. വലിയ ക്യാരറ്റ് ആണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസം വരില്ല. നിങ്ങൾക്ക് വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളകാണ് അതിട്ട് കൊടുക്കാം.
വെജിറ്റബിൾസ് സോട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ്. ഇത് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഗോബി ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് ഒരു മസാല ഫ്രൈഡ് റൈസ് പോലെയാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണിത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ റൈസ് വേവിച്ചെടുത്തേക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ അത് കാരണം ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മൂന്ന് മെഷറിംഗ് കപ്പ് അരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കണത്. നമ്മളൊരു 80% മാത്രമേ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ അരി. കാരണം ഇതിൽ കിടന്നിട്ട് ഒന്ന് ആവേണ്ടതാണ്. അപ്പോൾ അത് കാരണം നമ്മളൊരു 80% മാത്രം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാർത്തെടുത്തിട്ടുള്ള അരിയാണ്. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഗോബി മസാല ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇതൊരു നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല വെളുത്ത കളറിൽ ഉണ്ടാവുക. ഇതൊരു മസാല ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇത് കൂടാതെ ഞാൻ ഒരുപാട് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിനേക്കാളും ടേസ്റ്റാണ് ഈ ഗോബി ഫ്രൈഡ് റൈസിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.